ഇന്ന് എനിക്ക് അപ്പം കടലക്കറിയാണ്. മാവ് താണ്ട കലക്കി വെച്ചിട്ടുണ്ട്. കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഇതിനകത്ത് ഉപ്പും കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ വേവാൻ വയ്ക്കാം. കടലക്കറി വയ്ക്കാൻ ഞാൻ എടുത്തേക്കുന്നത് ചെറിയ ഉള്ളിയാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ചെറിയ ഉള്ളി അരിഞ്ഞുകൊണ്ട് വരാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതയ്ക്കാം. പച്ചമുളക് കീറി വയ്ക്കാം. ഇവിടെ വേണ്ട അപ്പം റെഡിയാവുന്നുണ്ട്. കടല കുക്കറി വേവുന്നുണ്ട്. രണ്ടടുപ്പിലും സാധനങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കടലക്കറി അടുപ്പിലോട്ട് വെക്കുകയാണ്. എൻ്റെ അടുക്കളയിൽ ചിമ്മിനിയുണ്ട്. ഇവിടെ അടുക്കളയിൽ ചിമ്മിനിയുണ്ട്. പഴയ വീടാണ്, 10-28 വർഷം പഴക്കമുള്ള വീടാണ്. അപ്പോൾ ചിമ്മിനിയൊക്കെ അന്നത്തെ കാലത്ത് എല്ലാ ഇടവും ഉണ്ട്. അപ്പോൾ ചിമ്മിനിയുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയിൽ ചിമ്മിനി ഉണ്ടായതുകൊണ്ട് കടലക്കറി ഞാൻ അടുപ്പിലോട്ട് വെക്കുകയാണ്. രണ്ടടുപ്പിലും സാധനങ്ങളിരിക്കുന്നു. എണ്ണ ഒഴിച്ചു. കടുക് ഇടാൻ പോകുന്നു. രണ്ട് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടുന്നു. അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കടുക് പൊട്ടി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇടാം. സ്റ്റവിലോട്ട് ഇനി മാറ്റിയിട്ടുണ്ട് അടുപ്പിൽ നിന്ന്. ഇതിനകത്ത് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഉള്ളിയായിക്കൊണ്ടിരിക്കുന്ന കടല വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് കടല ഞാനിനി മാറ്റും. എന്തിനാന്ന് വെച്ചാൽ ഞാനത് കാണിക്കാം നിങ്ങളെ. കുറച്ച് കടല ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ ഇത് കടല ഞാനിത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ഇതിനകത്ത് ചേർക്കും. നിങ്ങൾ കടല വേവിക്കുമ്പോൾ നമ്മൾ വെള്ളം കണക്ക് ഇങ്ങനെ ഇരിക്കത്തില്ല, ഒരു കുറുവൽ കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനിത് ഈ കടല അടിച്ച് ഇതിനകത്ത് ചേർക്കും. ഇതിനകത്തോട്ട് ഞാൻ പൊടികൾ ചേർക്കുകയാണ്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. പച്ചമുളക് ഇട്ടതുകൊണ്ട് ഞാൻ എരിവ് കുറച്ചേ ഇടുന്നുള്ളൂ. 1 സ്പൂൺ മുളക്, ഒരു സ്പൂൺ അതിനകത്ത് മുളക് പൊടി. മല്ലിപ്പൊടി ഒരു 1.25 സ്പൂൺ. ഇതൊന്ന് തീ കുറച്ച് വെച്ചിരിക്കുക. പച്ചമുളക് ഒന്ന് മാറണം. കടല അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഒന്ന് തിളക്കട്ടെ. ഞാൻ കുറച്ച് തേങ്ങയും കൂടെ അരച്ചത് ചേർക്കും കടലയ്ക്കകത്ത്. തേങ്ങയാണ് എൻ്റെ തേങ്ങ അരച്ചത് ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഇത് കടല ഞാൻ മിക്സിയിലിട്ട് വേവിച്ച കടല മിക്സിയിലിട്ട് അടിച്ചതാണ്. ഇത് ഞാൻ അതിനകത്തോട്ട് ചേർക്കുകയാണ്. ഇതിൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, തിളച്ചത്. കുറച്ച് മസാലപ്പൊടിയും കൊടുക്കാം. ഇത് മസാലപ്പൊടിയാണ്. മസാലപ്പൊടി ഇട്ട് അങ്ങനെ കടലക്കറി. ഉപ്പ് ഞാനൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. കടലക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ കടലക്കറി വയ്ക്കുന്നത്. അതാണ് വെള്ളം കണക്കിരിക്കുകയല്ലേ, ഇതാണ് കുറുവി. രാവിലെ ഞാൻ അടുപ്പിൽ വെള്ളമൊക്കെ വെച്ച് ചോറ് വയ്ക്കാൻ. ഇനി അരി കഴുകിയിടണം.
വേണ്ട. ഇങ്ങനെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ കടലക്കറി ഇങ്ങനെയാണ് ഞാൻ കടലക്കറി വെക്കുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ വെക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെയാണ് വെക്കുന്നത്.